ഹായ് ഗായ്സ്, എല്ലാവർക്കും സുഖമില്ലേ? അപ്പം നമ്മുടെ വണ്ടിയുടെ ഏകദേശം 80% പണി കഴിഞ്ഞിരിക്കുകയാണ്. വണ്ടിയിട്ട് 2 ദിവസം കഴിഞ്ഞ് ചെന്ന് നോക്കിയപ്പോഴത്തേക്ക് വണ്ടിക്കകത്ത് അവർ പെട്ടെന്ന് പണിയാണ്. ഇന്ത്യയിലുള്ള പണിക്കുള്ള ഫ്ലൈവുഡ് എല്ലാം അടിച്ച് കയറ്റി. പിന്നെ 2 ദിവസം കഴിഞ്ഞ് ഒന്നും കൂടെ ഞാൻ പോയി. ഇതാണ് നമുക്കുള്ള വണ്ടിയുടെ ഡിസൈനൊക്കെ ചെയ്ത് വെച്ചേക്കൊണ്ട് ഇതെല്ലാം ഡോട്ട് ലേസർ കൊടുക്കാൻ വേണ്ടി. ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഇന്ത്യയിലെ ഡിസൈൻ. ഇതാണ് സെൻറ്റർ ഭാഗത്ത് വരുന്നത് നമ്മുടെ വണ്ടി. പിന്നെ ഞാൻ സീറ്റും കൊണ്ട് ഒരു 3 ദിവസം കഴിഞ്ഞ് ഫ്രണ്ട് സീറ്റിലാണ്, അതും കൊണ്ടുപോയി. പിന്നെ ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഫാമിലി ആയിട്ട് വണ്ടിയുടെ അടുത്ത് പോകണമെന്ന് പറഞ്ഞു. കുട്ടികളാരും വണ്ടി അവിടെ കിടക്കുന്നിടത്ത് ഇതുവരെയായിട്ടും പോയിട്ടില്ല, അവർ കണ്ടിട്ടുമില്ല. അപ്പോൾ അവർക്കുള്ളതും കൂടി സ്കൂളിൽ പോകണ്ടാത്ത കാരണം നമ്മൾ പോയി. ജെസ്സി നല്ല ഒരുക്കത്തിലാണ്. അപ്പം വണ്ടിയിൽ ഞങ്ങൾ 2 ബൈക്കിനകത്തായിട്ടാണ് പോകുന്നത്. ഇവിടുന്ന് ഏകദേശം ഒരു 10 കിലോമീറ്ററോളം ഉണ്ട്. അപ്പം ഞങ്ങൾ 2 ബൈക്കിനകത്തായിട്ട് ഞങ്ങൾ വണ്ടിയുടെ അടുത്തേക്ക് പോവുകയാണ്. അപ്പം വണ്ടിയുടെ അടുത്തെത്തിയപ്പോഴത്തേക്കാണ് നോക്കുന്നത്, വീണ്ടും ഏകദേശമൊക്കെ പണികൾ കഴിയാറായി, എല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണ് അവർ. ഇപ്പോൾ ഇത്രയും ഭാഗത്തോളം എത്തി. ഫ്ലൈവുഡ് എല്ലാം അടിച്ച് റെക്സിനെല്ലാം അടിച്ച് വെച്ചേക്കുവാണ്. ഇനി സൈഡ് പേഡും കാര്യങ്ങളും മാറണം. അപ്പോൾ അവരൊക്കെ മിച്ചമൊക്കെ വണ്ടിക്കകത്ത് കയറിയിരുന്ന് കളിക്കുകയാണ്. ഇതാണ് എൻ്റെ 3 മുത്തുപണികൾ. അപ്പം വണ്ടിയുടെ TV ക്യാബിൻ പിന്നെ അത് കഴിഞ്ഞ് 2 ദിവസം കഴിച്ചപ്പോൾ വീണ്ടും പണി തുടങ്ങി. 2 TV ക്യാബിനൊക്കെ വെച്ചു. 2 ബെർത്തുണ്ട്, അതിൽ ഒരു ബെർത്ത് കയറ്റി. ഇനി ബാക്കിയും കൂടെ വെക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ അവർ പണി പെട്ടെന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. 1.5 മാസം സമയമാണ് നമ്മളടുത്ത് പറഞ്ഞത്. ഇതാണ് നമ്മുടെ ഡിസൈൻ്റെ ഡോട്ട് ലേസറിൻ്റെ വയറുകളാണ് ഈ കൊടുത്തേക്കുന്നത്. ഇതാണ് നമ്മളെ ബെർത്തിൻ്റെ ഡോട്ട് ലേസർ വരുമ്പോഴത്തേക്കൊക്കെ നല്ല വൃത്തിയാവും. ഇതാണ് ഡോട്ട് ലേസർ. ഫെബ്രുവരി 23 കൂടി ഇൻഷാ അല്ലാഹ് വണ്ടി ഇറങ്ങുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാ പണിയും തീർന്നിട്ട് അടുത്ത വീഡിയോ ഇടാം. ഇതാണ് നമ്മളെ കുട്ടികൾക്കുള്ള പേര്. ഇത് നമ്മളെ സൈഡ് ബോർഡാണ്. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും ആയി.